ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഈ വർഷത്തെ ലാസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അടുത്ത വർഷം ഇതിലും മനോഹരമാക്കാൻ നമുക്ക് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് പീസ്ഫുള്ളല്ലേ ഈ കിളികളുടെ സൗണ്ടും അണ്ണാൻ്റെ ഒക്കെ സൗണ്ട് മാത്രം രാവിലെ കേൾക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ആ ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു 6:45 ആയപ്പോഴത്തേക്കും കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേ വീഡിയോ എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അതാകുമ്പോൾ ഒരു സൗണ്ടും ഇല്ലാതെ നല്ല ശാന്തമായിട്ട് ആ കിളികളുടെ സൗണ്ട് മാത്രം നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ കിളികളുടെയും അണ്ണാൻ്റെയും സൗണ്ടൊന്ന് കുറച്ച് നേരം നിന്ന് കേട്ട് ആസ്വദിക്കാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, എല്ലാവരും മാക്സിമം കാണുക, അത്ര മാത്രം കേട്ടോ പറയാനുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം അടുത്ത വർഷം നമുക്ക് 2026 കുറച്ചും കൂടെ എനർജി ആയിട്ട് നല്ല വീഡിയോ ഒക്കെ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് മിറ്റടിക്കും കേട്ടോ. ഇപ്പം വീട്ടിൽ ഞാനും പപ്പയും മാത്രമേ ഉള്ളൂ. അമ്മ പള്ളിയിൽ പോയിട്ട് വന്നില്ല കേട്ടോ. അപ്പം കാപ്പിക്കുരു പറിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോണ്ട് നമ്മുടെ പനിനീർച്ചാമ്പ. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. പനിനീർച്ചാമ്പ ഒരുപാട് ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട്. പൂത്തിട്ട് ചാമിങ്ങ വന്ന് നിൽപ്പുണ്ട്. അപ്പം മൂത്തിട്ടൊന്നുമില്ല, പിഞ്ചായിട്ട് നിൽക്കുക, പഴുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഈ പഴുക്കുന്നതിന് മുമ്പേ കിളികളെല്ലാം കൂടെ വന്ന് കൊത്തി താഴോട്ടിടും. കുറച്ച് കഴിച്ചിട്ട് താഴോട്ടിടും, അല്ലെങ്കിൽ അണ്ണാനൊക്കെ വന്ന് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പം അതാണ് ഞാനിപ്പോൾ കാണിച്ചത്. നിറച്ചുണ്ട്, അത് കാണാൻ പറ്റുന്നില്ല, ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതെല്ലാവരുടെയും മിറ്റൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ ചെടിക്ക് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം. ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്, ഏതെങ്കിലും ഒരു സമയത്ത് വെള്ളം ഒഴിച്ചാൽ മതി. പക്ഷെ ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഒഴിക്കണം, അല്ലെങ്കിൽ അമ്മയ്ക്ക് ദേഷ്യം വരും. കാരണം അമ്മ അത്ര പൊന്നുപോലെ നോക്കുന്ന ചെടി കേട്ടോ ഇത്. അപ്പോൾ കൂടുതലും ഇപ്പോൾ ഇവിടെ റോസയാണുള്ളത്. അപ്പം റോസയ്ക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് ദേഷ്യം വരും. കാരണം വെച്ചാൽ വെയിലാകുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാൻ മിറ്റൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളം ഒഴിക്കാൻ ഇറങ്ങിയതായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അമ്മയുടെ മക്കളെക്കാളും പൊന്നുപോലെയാണ് അമ്മയുടെ ചെടി നോക്കുന്നത് കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉപ്പേരിക്കപ്പയുണ്ട്. ആ ഉപ്പേരിക്കപ്പ എന്ന് പറയുമ്പോൾ വെള്ളത്തിലിട്ട് വേവിച്ചിട്ട്, ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് ഉണക്കാനിടും. വെയിൽ തന്നിട്ട് അതെടുത്ത് വറുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതാണ് ഇത്. ഇന്നലെ നൈറ്റ് പപ്പായും അമ്മയും കൂടെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് ഉണക്കാനിട്ട്, ഞാൻ തന്നെയാണ് ഉണക്കാനിട്ടത്, ഞാൻ അമ്മയും കൂടെ. അത് കഴിഞ്ഞ് കയറി വന്നപ്പോഴത്തേക്കും അമ്മ ഒരു ഗ്ലാസ് ചായയും ബിസ്ക്കറ്റും തന്നിട്ടോ. അത് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീം ബിസ്ക്കറ്റാണ്. അതിൻ്റെ ഉള്ളിൽ ക്രീമാണെന്ന് തോന്നുന്നു. അത് തൊട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞ് താഴെ വീഴും. അതിൻ്റെ ഫ്രണ്ടിലും മീൻസ് അതിൻ്റെ പുറത്തും ബാക്കിലും പഞ്ചസാരയാണ് ഫുള്ള് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞ് താഴെ വീഴുന്ന സൈസാണ്. അതാണ് കേട്ടോ ഞാൻ ബിസ്ക്കറ്റിൻ്റെ താഴെ കൈ വെച്ചിട്ട് കഴിക്കുന്നത്. അപ്പം പെട്ടെന്ന് കടിച്ചു കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് പൊടി താഴോട്ട് വീഴും. അങ്ങനത്തെ ടൈപ്പാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബിസ്ക്കറ്റാണ്. ഇതാണ് ഒരു ഓറഞ്ച് കളറാണെന്ന് തോന്നുന്നു. അതിൻ്റെ കണ്ടോ, ഓറഞ്ച് കളറിലെ ക്രീമാണെന്ന് തോന്നുന്നു. ക്രീമായിരിക്കണം സംഭവം. എന്തായാലും അടിപൊളി ബിസ്ക്കറ്റാണ് കേട്ടോ അത്. ബിസ്ക്കറ്റും കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കപ്പ കൊണ്ടുവന്നു കേട്ടോ. കപ്പയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ കപ്പയ്ക്ക് കറിയൊന്നും അങ്ങനെ കഴിക്കാറൊന്നും ഉള്ള ആളല്ല കേട്ടോ. തോന്നി കഴിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നേരം ഫോണിൽ ഞെക്കിക്കൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും അമ്മ പനിനീർച്ചാമ്പ ചുമ്മാ അവിടെ നിന്ന് എന്തായാലും പോകും. അപ്പം പിന്നാണെങ്കിലും പറിക്കാതെ വെച്ച് അമ്മ പറിച്ചോണ്ട് വന്നു. വായിൽ കടിച്ചെടുത്തു. പക്ഷേ കടിച്ചെടുത്തിട്ട് കുഴപ്പമില്ല. പക്ഷേ ചാവച്ചപ്പോഴത്തേക്കും പുളി കാരണം ഒരു രക്ഷയില്ല. എൻ്റെ ഒരു കണ്ണടഞ്ഞു പോയിരുന്നു. ആ മാതിരി പുളിയായിരുന്നു സത്യം പറഞ്ഞാൽ. മധുരം ചെറുതായിട്ടെങ്കിലും പഴുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മധുരം വരും. ഒരു രക്ഷയില്ലാത്ത പുളിയായിരുന്നു കേട്ടോ. അതാ ഒരുമാതിരി എൻ്റെ ഒറ്റ കണ്ണായിട്ടിട്ട് അടഞ്ഞു പോയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വീട്ടിൽ 2 ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വെറുതെ പറമ്പിലോട്ട് ഇറങ്ങിട്ടോ. ഇപ്പം സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. വേറെ നല്ല പപ്പടം അനി വന്നിട്ട് കാട് മുഴുവൻ വെട്ടിത്തെളിച്ച് ഇപ്പം സത്യം പറഞ്ഞാൽ ഫുള്ള് നല്ല വെളിച്ചമുണ്ട് ഇപ്പോൾ പറമ്പിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ന്യൂ ഇയർ. ഇനിയിപ്പോൾ അടുത്ത വർഷം കാണാം. ബൈ.